ഹലോ എവരിവൺ, വെൽക്കം ടു അമേസ് അക്കാഡമി. കേരള PSC ഡിസംബറിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ് പുറപ്പെടുവിച്ച് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാത്തിരിക്കുന്നത്. ഒരു 5ഓളം എക്സാംസ് ആണ് നമുക്കായിട്ട് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ളത്. ആ എക്സാമുകൾ ഏതൊക്കെയാണ്, അതിന്റെ കട്ട് ഓഫ് മാർക്ക്, പ്രീവിയസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് ഇവിടെ കാണാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ 5 എക്സാമുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ ഒന്നാമത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിലുകാർക്കും മെക്കാനിക്കൽക്കാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന KWA കേരള വാട്ടർ അതോറിറ്റിയിൽ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്മാൻ, അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൽ ഓവർസിയർ ഗ്രേഡ് 2, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3. ഇത്രയും എക്സാമുകളാണ് നമുക്കുള്ളത്. അതിന്റെ പ്രീവിയസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ 2027 ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നത്. പ്രീവിയസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 17 പേരും 15 പേർക്കാണ് ഇതിനു മുമ്പ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഒരു മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 15, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ നല്ലൊരു ചോയ്സ് തന്നെയാണ് അല്ലെ, നല്ലൊരു വേക്കൻസി തന്നെയാണ്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 69.67 ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അടുത്തത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി പ്രീവിയസ് ആണല്ലേ. 2018 ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പഴയ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫും വളരെ കുറവായിരുന്നു. 39 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇനി മെയിൻ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആകെ 33 പേരാണ് ഇടം പിടിക്കാൻ പറ്റിയത് എങ്കിലും അവിടെ ആകെ 3 പേർക്ക് മാത്രമാണ് അഡ്വൈസ് വന്നിട്ടുള്ളത്. അതിനുശേഷം 2026 ഒരു തുടക്കത്തിലാണ് ഈ ഒരു എക്സാം വിളിക്കുന്നത്. സോ കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കാം. അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 ആണ്. 2024 അതിന്റെ ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. മുന്നത്തെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 25 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അഡ്വൈസ് പോയിട്ടുള്ളത് 6 പേർക്ക് മാത്രമാണ്. അതിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 69.67 ആണ്. അടുത്തത് KWA ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2. ഈ ഒരു എക്സാം ശരിക്കും നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വെച്ച് നോക്കുകയാണെങ്കിൽ, അത് ഓവർസിയർ ITI പഠിച്ചവരായിക്കോട്ടെ, ഡിപ്ലോമ പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബിടെക് പഠിച്ചവരായിക്കോട്ടെ, ഒരു നല്ലൊരു എക്സാം ആണ്. കാരണം അതിന്റെ വേക്കൻസീസ് അത്ര അത്യാവശ്യമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ മെയിൻ ലിസ്റ്റിൽ 598 പേരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ 503 പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട്. കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലെ, ഒരു 72.33 ആണ്. ഇപ്രാവശ്യം ഒരു ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നതെങ്കിൽ മെക്കാനിക്കലിനും സിവിലിനും ഒരു ഈക്വൽ വെയിറ്റേജ് 50-50 കൃത്യമായിട്ട് വരികയാണെങ്കിൽ കട്ട് ഓഫ് കുറയാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പോസ്റ്റുമാണ് ഈ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി. ഓക്കെ, അടുത്തത് ഇത് വിളിക്കാൻ അടുത്ത സാധ്യതയുള്ള ഒരു എക്സാം ആണ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 KWA. സിവിലും മെക്കാനിക്കലും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. 2027 ഈ ഒരു ലിസ്റ്റിന്റെ മുൻ വർഷത്തെ ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത്. മുൻ ലിസ്റ്റിൽ 296 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ 110 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. കട്ട് ഓഫ് 63 മാർക്കായിരുന്നു. ഇനി അടുത്തത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3. അതിന്റെ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുള്ളത് 2025 മെയിൻ ലിസ്റ്റിൽ 101 പേരുണ്ടെങ്കിലും ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത് 52 പേർക്കാണ്. കട്ട് ഓഫ് 85.33 ആയിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇനി ഇപ്പോ പ്രിപ്പറേഷനിൽ മുന്നിൽ തന്നെ നിൽക്കുക. നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ എക്സാമിനാണ്. ഈ മൂന്നിനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഇറിഗേഷൻ ആണെങ്കിലും ഹാർബർ എഞ്ചിനീയറിംഗിലാണെങ്കിലും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും വേക്കൻസീസ് കൂടുതൽ ഡ്രാഫ്റ്റ്മാനും ഓവർസിയറിനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ വേക്കൻസി ട്രാക്ക് ചെയ്യുക. നമ്മുടെ PSC വെബ്സൈറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നോ അന്ന് മുതൽ തന്നെ നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കാനായിട്ട് നോക്കുക. ഇനി പ്രിപ്പറേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനും ഒന്നും കൂടി പവർ ആക്കാനുമായിട്ട് അമേസ് അക്കാഡമിയുടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ്, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
സോ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് മുതൽ തന്നെ നമ്മൾ പഠിക്കുകയാണ് അമേസിംഗ് ആയി.